ബാക്ക് ടു ഓൾ കമ്പ്യൂട്ടേഷൻ ഓഫ് എർത്ത് വർക്ക് എന്ന ഭാഗത്തിലെ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്ഷനിൽ റോഡിൻ്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ആദ്യം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? റോഡിൻ്റെ എംബാങ്ക്മെൻറ്റിൻ്റെ വീതി 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ചെരിവ് 2:1 എന്ന അനുപാതത്തിലാണ്. പിന്നെ റോഡിൻ്റെ നടുവിലോട് 50 മീറ്റർ ഇൻ്റർവെല്ലിൽ ആഴെടുത്തപ്പം 1.25, 1.1, 1.5, 1.2, 1, 1.1, 1.15 മീറ്റർ, ഇങ്ങനെയാണ് ഓരോ 50 മീറ്ററിലുള്ള ആഴം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി എർത്ത് വർക്ക് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി 3 മെത്തേഡ് ഉണ്ടായിരുന്നു. അതിലൊരു മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ടാബുലാർ കോളം വരയ്ക്കാം. അതിൽ ചെയിനേജ് എന്ന് എഴുതാം. അപ്പം ചെയിനേജ്, പിന്നെ രണ്ടാമത്തേത് ആഴം അഥവാ ഡെപ്ത് എന്ന് എഴുതാം. അപ്പോൾ ഈ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, ഈ ഒരു ഇതിൽ നോക്കുക, ഈ ഡെപ്ത് ഓരോന്നും 1 by 1 ആയിട്ട് അതിലേക്ക് എഴുതാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഓരോന്നും 1 by 1 ആയിട്ട് ഇവിടെ എഴുതാം. അതിനുശേഷം നമുക്കറിയാം ചെയിനേജ് ഓരോന്നും 50 മീറ്റർ ഇൻ്റർവെല്ലിലാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ചെയിനേജ് തുടങ്ങുക 0 അല്ലേ, 0 തുടങ്ങി, പിന്നെ 50 കൂട്ടി കൊടുക്കുക, അങ്ങനെ ഇതുവരെ എഴുതാം. ഓക്കെ, ചെയിനേജിൻ്റെ കോളം കംപ്ലീറ്റ് ആയി. ചില സമയം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ചെയിനേജും ഡെപ്തും തരും കേട്ടോ. ഇവിടെ ചെയിനേജ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 50 മീറ്റർ ഇൻ്റർവെല്ലാണെങ്കിൽ 0 തുടങ്ങി കഴിഞ്ഞാൽ 50, 100 അങ്ങനെ പോകും. ഓക്കെ, ഇനി നമ്മൾ മീൻ ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ ഡെപ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ 2 എണ്ണം കൂട്ടുക, by 2 ചെയ്യുക, അപ്പോൾ ഇവിടെ എഴുതാം. ഓക്കെ, അങ്ങനെയാണല്ലോ മീൻ ഡെപ്ത് കാണുക. ആദ്യത്തെ 2 എണ്ണം കൂട്ടുക, by 2 ചെയ്ത് ഇവിടെ എഴുതാം. പിന്നെ രണ്ടാമത്തെ 2 എണ്ണം കൂട്ടുക, by 2 ചെയ്തിട്ട് ഇവിടെ എഴുതാം. പിന്നെ രണ്ടാമത്തെ 2 എണ്ണം by 2 ചെയ്തിട്ട് ഇത് എഴുതാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യത്തെ കോളം എന്തായിരിക്കും? ബ്ലാങ്ക് ആയിരിക്കുമല്ലോ, ഇവിടെ ഒന്നും എഴുതാണ്ടാവില്ല. രണ്ടാമത് മുതലാണ് പിന്നെ തുടങ്ങുക. അപ്പോൾ ഇതെങ്ങനെ കിട്ടി? ഒരു എക്സാമ്പിൾ പറയണം. 1.25 + 1.1 ഹരണം 2 ചെയ്യുമ്പോഴാണ് 1.175 എന്ന ആൻസർ കിട്ടിയത്. ഇനി രണ്ടാമത്തെ 1.1 + 1.15 by 2 ചെയ്യുമ്പോൾ 1.125 എന്ന് ആൻസർ കിട്ടും. പിന്നെ അടുത്തത് അങ്ങനെ ഓരോന്നും ഇവിടെ എഴുതാം. പിന്നെ നമുക്കറിയാം ഈ ഒരു റോഡിൻ്റെ ആണെങ്കിലും മണ്ണ് എടുക്കുകയാണെങ്കിലും ഫില്ല് ചെയ്യുമ്പോഴും ട്രപ്പിസോയിഡൽ സെക്ഷൻ ആയിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ ഏരിയ BDM + SD² ആണ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനായിട്ട് എഴുതാം. അപ്പം വീതി എന്താണ്? ഇവിടെ വീതി 10 മീറ്റർ ആണ്. സ്ലോപ്പ് അഥവാ S എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കോളത്തിൽ ഒന്നും എഴുതാണ്ടാവില്ലല്ലോ അല്ലേ? രണ്ടാമത്തെ കോളത്തിലാണ് ഡെപ്ത് ഉള്ളത്, അതുകൊണ്ട് അത് മുതൽ തുടങ്ങാം. അപ്പം ബിയുടെ സ്ഥാനത്ത് 10 ഇൻറ്റു DM അഥവാ D മീൻ ഡെപ്ത് എത്രയാണ്? ആദ്യത്തേൻ്റെത് 1.175 പ്ലസ് എസിൻ്റെ സ്ഥാനത്ത് 2 ഇൻറ്റു DMൻ്റെ സ്ഥാനത്ത് 1.175ൻ്റെ സ്ക്വയർ. അത് ചെയ്യുമ്പം 14.51 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ മീൻ ഡെപ്ത് 1.125 ആണ് അല്ലേ? അപ്പോൾ വീതി 10 ഇൻറ്റു 1.125 പ്ലസ് 2 ഇൻറ്റു 1.125ൻ്റെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് 13.78 എന്ന് ആൻസർ കിട്ടും. അങ്ങനെ ഓരോന്നും ചെയ്യാം. ഓക്കെ, പിന്നെ ചെയിനേജിൻ്റെ ഇടയിലുള്ള നീളം എത്രയാണ്? 50 അല്ലേ? 50 മീറ്ററിൻ്റെ ചെയിൻ അല്ലേ? ഓക്കെ, അപ്പോൾ 50 എന്ന് ലെങ്ത് എഴുതാം ഓരോന്നും. ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ഇവിടെ കിട്ടും. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഓക്കെ, അങ്ങനെ ഓരോന്നും ഗുണിച്ചിട്ട് എഴുതാം. ഇത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4135.49 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് കിട്ടും. അതായത് 4135 മീറ്റർ ക്യൂബ് എന്നാണ് നമ്മുടെ ക്വാണ്ടിറ്റി, എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ഈ ആദ്യം ചെയിനേജ് എഴുതുക, ഡെപ്ത് എഴുതുക, പിന്നെ മീൻ ഡെപ്ത് എഴുതുക, പിന്നെ ഏരിയ കാണുക, ചെയിനേജുകൾക്കിടയിലുള്ള നീളം കാണുക, പിന്നെ ക്വാണ്ടിറ്റി കാണാം. ഇത്രയാണ് നമുക്ക്
ഈ ഒരു പ്രോബ്ലത്തിലുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.